പ്രിയ സുഹൃത്തുക്കളെ, 2 ദിവസം മുമ്പെങ്കിലും ഈ വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നതാണ്. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ടതിന് കഴിഞ്ഞില്ല. നമ്മുടെ രാജ്യത്ത് അതിക്രമിച്ച് കയറി നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകർക്കാൻ പാകിസ്ഥാനിൽ നിന്നും ഭീകര പരിശീലനം ലഭിച്ച തെമ്മാടികൾ നമ്മുടെ 26 സഹോദരങ്ങളെ ജമ്മു കാശ്മീരിൽ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അവരോട് ആവശ്യപ്പെട്ടത് ഹിന്ദുവാണോ എന്നാണ്. ഹിന്ദു അല്ലെങ്കിൽ അവർക്ക് മാറി നിൽക്കാം, ഹിന്ദുവാണെങ്കിൽ മരിക്കാം. അങ്ങനെ കലിമ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് അവർ നിഷ്കരുണം കുട്ടികളുടെയും അമ്മമാരുടെയും ഭാര്യമാരുടെയൊക്കെ മുന്നിൽ വെച്ച് നമ്മുടെ 26 ജീവനെ അവർ കൊന്നുകളഞ്ഞു, ഒരു ദയയുമില്ല. അതുകൂടാതെ എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു മകളുടെ നെറ്റിയിൽ സിന്ദൂരക്കുറി മായിച്ചൊന്നു. എന്നിട്ട് അവന്മാർ പറഞ്ഞത് നിങ്ങൾ മോദിയോട് പോയി പറയാനാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഭീകരവാദികൾക്ക് അതിക്രമിച്ചു കയറുവാനായി അതിന് ഒത്താശ ചെയ്തു കൊടുത്ത നമ്മുടെ രാജ്യത്തെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നൊരു സത്യം. ഇവർ ഓരോരുത്തരും നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാം സ്ലീപ്പർ സെല്ല് പോലെയാണ്. അതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജാഗരൂകരായി ഇരിക്കണം. ഇത് പറയുന്നത് വെറുതെയല്ല. ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം നോക്കിയിരിക്കുന്ന ചില തെമ്മാടിക്കൂട്ടങ്ങൾ നമ്മളെ ആക്രമിക്കുവാൻ തയ്യാറാകും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അതിക്രമിച്ച് കയറി നമ്മളെ ഉപദ്രവിച്ചവർക്ക് മറുപടി കൊടുക്കും എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കിയ എൻ്റെ പ്രധാനമന്ത്രിക്ക്, എൻ്റെ സൈന്യത്തിന് ഇതുകൊണ്ട് എൻ്റെ കയ്യിൽ മുറിച്ച് ഈ കത്തിക്ക് മുറിച്ച ബ്ലഡാണ് വരുന്നത്. ഇതുകൊണ്ടോ, ഇതുകൊണ്ട് നിങ്ങൾ കാണാൻ കഴിയും. ഞെക്കിയാൽ വരും, ഇനിയും വരും, ഇനിയും കയറും. ഇതുകൊണ്ട് എൻ്റെ പ്രധാനമന്ത്രിക്കും എൻ്റെ സൈന്യത്തിനും എൻ്റെ ജവാന്മാർക്കും ധൈര്യം പകർന്നുകൊണ്ട് ഞാൻ അവർക്ക് ഈ തിലകക്കുറി സമ്മാനിക്കുന്നു. അത് പോരാ, എൻ്റെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനും അവരോടൊപ്പം ചേരാൻ തയ്യാറാണ്. അതുകൊണ്ട് എൻ്റെ ഞരമ്പുകൾ മുറിഞ്ഞാലും എൻ്റെ ജീവൻ പോയാലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എൻ്റെ രാജ്യമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു.